വെൽക്കം ടു ചാലഞ്ചർ ആപ്പ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസിനെ പറ്റിയിട്ടാണ്. സെന്റൻസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെന്റൻസസിനെ 4 ആയിട്ട് തരംതിരിച്ചത് കണ്ടു. ഇതിനകത്ത് നമ്മൾ 2 ആയിട്ട് തരംതിരിക്കുകയാണ്. എങ്ങനെയാണ്? പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് പോസിറ്റീവ് സെന്റൻസസ്? പോസിറ്റീവ് സെന്റൻസസിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല. സെന്റൻസസ് വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് നെഗറ്റീവ് വേർഡ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ നോയുടെ ഫോംസിനെയാണ് നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്ത സെന്റൻസസിനെ എന്ത് പറയും? പോസിറ്റീവ് സെന്റൻസസ് എന്ന് പറയും. അപ്പോൾ നെഗറ്റീവ് സെന്റൻസസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസസ് സെന്റൻസസ് വിച്ച് ഇൻക്ലൂഡ് നെഗറ്റീവ് വേർഡ്സ് ആർ കോൾഡ് നെഗറ്റീവ് സെന്റൻസസ്. ഫോംസ് ഓഫ് നോ എന്ന് പറഞ്ഞാൽ ഫോംസ് ഓഫ് നോ എന്ന് പറഞ്ഞാൽ നോ, നോട്ട്, നെവർ, നെയ്തർ, ഇതൊക്കെയാണ് ഫോംസ് ഓഫ് നോ. അപ്പൊ നോയുടെ ഏതെങ്കിലും ഒരു ഫോം ഏതെങ്കിലും ഒരു സെന്റൻസസിനകത്ത് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം. എയ്മി ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ. എയ്മി ഈസ് നോട്ട്, അവിടെ നോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതെന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ടോം കാൺട്ട് ഈറ്റ് സ്പൈസി ഫുഡ്. ടോം ക്യാൻ നോട്ട്, ക്യാനും നോട്ടും കൂടി ചേർന്നതാണ് ഈ കാൺട്ട്. ക്യാനും നോട്ടും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഫോം ആണ് കാൺട്ട്. അതുപോലെ തന്നെ ഈസിൻറ്റ്, ഈസിൻറ്റ് എന്ന് പറയുന്നത് ഈസ് പ്ലസ് നോട്ട് ആണ് ഈസിൻറ്റ്. അപ്പൊ അതുപോലെ തന്നെ ക്യാൻ പ്ലസ് നോട്ട് ആണ് കാൺട്ട്. അപ്പൊ ഈ കാൺട്ടും എന്താണ്? നെഗറ്റീവ് വേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ടോം കാൺട്ട് ഈറ്റ് സ്പൈസി ഫുഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്, ഞാനൊരു സ്റ്റുഡൻറ് അല്ല എന്ന് പറയുന്നത് നോട്ട്, അവിടെ പിന്നെയും നോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് സെന്റൻസസ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് സെന്റൻസസിനെ തിരിച്ചറിയാനായിട്ട് നോയോ നോയുടെ ഫോംസോ അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നോയുടെ ഫോംസ് നോ തന്നെ വരണമെന്നില്ല, ഏതെങ്കിലും നോയുടെ ഏതെങ്കിലും ഒരു ഫോം വന്നാൽ മതിയാവും. അപ്പൊ നെഗറ്റീവ് സെന്റൻസസ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ള കാര്യം നമുക്ക് ഇനി അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണ്? 1 നോ, 2 നോട്ട്, നെവർ, നെയ്തർ, നൺ, നോ വൺ, നോബഡി, നത്തിങ്, നെവർ. അടുത്തത്, അപ്പൊ ഇത്രയും നോ വരുന്നതുകൊണ്ട്, നെവർ, നെയ്തർ, നോർ ഇതൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് അതൊക്കെ മനസ്സിലുണ്ടാവും ഇത് നെഗറ്റീവ് ആണ്. അടുത്തതാണ് ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, isn't, wasn't, couldn't, don't, can't, won't ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സ് വരുന്ന സെൻസസ് എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സ് ഒന്ന് നല്ലപോലെ വായിച്ചു വെച്ചോണം. നെഗറ്റീവ് വേർഡ്സ് കണ്ടാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ, ഇപ്പൊ ആ രീതിയിലുള്ള സെന്റൻസസ് ചോദിച്ചാൽ മാത്രമേ നെഗറ്റീവ് സെന്റൻസ് ഏതാണ് പോസിറ്റീവ് സെന്റൻസ് ഏതാണ് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് നെഗറ്റീവ് സെന്റൻസ്, അല്ലെങ്കിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് പോസിറ്റീവ് സെന്റൻസ് എന്നായിരിക്കും ചോദിക്കുക. ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ടിയിട്ടും ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ടോപ്പിക്കിനകത്ത് നെഗറ്റീവ് സെന്റൻസസിനെ പോസിറ്റീവ് സെന്റൻസസിനെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എങ്ങനെ സീത ഈസ് ആബ്സെന്റ് ടുഡേ ഒരു എക്സാമ്പിൾ നോക്കാം. സീത ഈസ് ആബ്സെന്റ് ടുഡേ. അപ്പൊ സീത ഇന്ന് ആബ്സെന്റ് ആണ്, വന്നില്ല. പക്ഷേ ഈ ആബ്സെന്റ് എന്ന് പറയുന്ന വേർഡ് ഒരിക്കലും നെഗറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ സീത ഈസ് ആബ്സെന്റ് ടുഡേ എന്ന് പറയുന്ന നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കോ അതോ പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കും? സീത ഈസ് നോട്ട് പ്രസന്റ് ടുഡേ, സീത ഇന്ന് വന്നില്ല. അതും രണ്ടിനും സെയിം അർത്ഥമാണുള്ളത്. പക്ഷേ ഇതിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണ്. എന്തുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും ആയി? രണ്ടിനും ഒരേ അർത്ഥം ഒരേ മീനിങ് വന്നിട്ടും ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണ്. അതെങ്ങനെ വന്നു നമുക്ക് നോക്കാം. സീത ഈസ് ആബ്സെന്റ് ടുഡേ എന്നുള്ളത് പോസിറ്റീവ് ആണ്. അവിടെ എന്തില്ല? നോയുടെ ഫോംസ് ഉള്ള വേർഡ്സ് ഇല്ല. രണ്ടാമത്തത് സീത ഈസ് നോട്ട് പ്രസന്റ് ടുഡേ, ഇവിടെ എന്ത് വന്നു? നോട്ട് വന്നു. നോട്ട് വന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പം ഒരേ മീനിങ് ഉള്ള സെന്റൻസസിനകത്ത് എന്ത് വരാം? പോസിറ്റീവും നെഗറ്റീവും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിനകത്ത് നോക്കാനുള്ളത് അതിനകത്ത് നോയുടെ ഫോംസ് എന്തെങ്കിലും ഉണ്ടോ, നോയുടെ ഫോംസിലുള്ള ഏതെങ്കിലും വേർഡ് ഇൻക്ലൂഡഡ് ആണോ എന്ന് വേണം നോക്കാൻ. അല്ലാതെ സീത എന്ന് വന്നില്ല അർത്ഥം വെച്ചിട്ട് സീത എന്ന് വന്നില്ല അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മൾ അങ്ങനെ വിചാരിക്കും, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിനകത്ത് നോയുടെ ഫോംസ് ഉള്ള വേർഡ്സ് ഉണ്ടോ എന്ന് വേണം നോക്കാനായിട്ട്. ആ വേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? അത് നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറുള്ളൂ. മിക്ക പേർക്ക് അത് തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. സീത ഈസ് ആബ്സെന്റ് ടുഡേ, സീത ഇന്ന് വന്നില്ല എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അതേസമയം സീത ഈസ് നോട്ട് പ്രസന്റ് ടുഡേ എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ്. ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ പോസിറ്റീവ് ആക്കാനും
നെഗറ്റീവ് ആക്കാൻ മതി, അതിന്റെ അർത്ഥം മാറ്റാതെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് സീത ഈസ് എ വാരിയർ. സീത ഈസ് എ വാരിയർ എന്ന് പറയുന്ന സെന്റൻസ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അവിടെ ഏതെങ്കിലും നെഗറ്റീവ് ഫോംസ് നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ? ഇല്ല. സീത ഈസ് എ വാരിയർ എന്ന് പറയുന്നതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് എന്തായിരിക്കും? പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കും. അടുത്തത് നിക്ക് ഇസ് നോട്ട് സാഡ്. നിക്ക് ദുഃഖിതനല്ല, വിഷമിച്ചിരിക്കുന്നില്ല, അല്ലെ നിക്ക് ഇസ് നോട്ട് സാഡ്. അവിടെ എന്ത് വന്നു? നോട്ട് വന്നു. സംഭവം അത് പ്ലസന്റ്ലി പോസിറ്റീവ് ആണെങ്കിലും മീൻസ് അർത്ഥത്തിൽ അത് പോസിറ്റീവ് സെൻസിലാണുള്ളതെങ്കിലും അവിടെ എന്ത് വന്നു? നോട്ട് വന്നു. നോട്ട് വന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് അത് നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഷീ ഈസ് നോട്ട് വെൽ. അവൾക്ക് വയ്യ, അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് വെൽ. നോട്ട് വെൽ അവിടെ എന്ത് വന്നു? ആ നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ആയിരിക്കും. ഷീ ഈസ് ഇൽ. അതിലും സെയിം മീനിങ് ആണ്, അവൾക്ക് വയ്യ എന്നുള്ള മീനിങ് ആണ്. പക്ഷെ അവിടെ എന്തില്ല? നോയുടെ ഫോംസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. നെവർ ടോക്ക് ടു മീ. എന്നോട് സംസാരിക്കരുത് ഇനി, അല്ലെങ്കിൽ നെവർ അവിടെ എന്ത് വന്നു? നെവർ വന്നു. നെവർ വന്നത് നോയുടെ ഫോം ആണ്. സ്വാഭാവികമായിട്ട് അത് എന്തായിരിക്കും? നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. അടുത്തത് ഷീ ബെയർലി ടോക്സ് ടു മീ. ഷീ ബെയർലി ടോക്സ് ടു മീ. വളരെ ബെയറായിട്ട്, ബെയർലി സ്കേഴ്സ്ലി, ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സ് വന്ന സെന്റൻസ് എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് സെന്റൻസസ്? അപ്പൊ സീത ഈസ് എ വാരിയർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അത് നെഗറ്റീവ് അല്ല, സോ പോസിറ്റീവ് ആണ് അല്ലേ? അപ്പൊ അത് പോസിറ്റീവ് ആണ്. നിക്ക് ഇസ് നോട്ട് സാഡ് എന്നാണ്? നെഗറ്റീവ് ആണ്. ഷീ ഇസ് നോട്ട് വെൽ എന്താണ്? നെഗറ്റീവ് ആണ്. ഷീ ഇസ് ഇൽ എന്താണ്? പോസിറ്റീവ് ആണ്. നെവർ ടോക്ക് ടു മീ എന്നുള്ളത് നെഗറ്റീവ് ആണ്. ഷീ ബെയർലി ടോക്സ് ടു മീ നെഗറ്റീവ് ആണ്. അപ്പം ഇതെല്ലാം നെഗറ്റീവ് സെന്റൻസസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സെന്റൻസസിനെ തിരിച്ചറിയുന്നത്. ഓക്കെ, സീത ഈസ് എ വാരിയർ അവിടെ ഞാൻ സൈഡിൽ ടിക്ക് ഇട്ടിട്ടുള്ളതെല്ലാം എന്താണ്? നെഗറ്റീവ് സെന്റൻസസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസസിനെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ പോസിറ്റീവായിട്ടും നെഗറ്റീവ് സെന്റൻസസും പോസിറ്റീവ് സെന്റൻസസും രണ്ടായിട്ട് സെന്റൻസസിനെ പിന്നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻ ടാക്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ പോസിറ്റീവ് സെന്റൻസസിനെയും നെഗറ്റീവ് സെന്റൻസസിനെയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അർത്ഥം ചിലപ്പോൾ നെഗറ്റീവ് ആയാൽ പോലും അത് സെന്റൻസ് വരുമ്പോഴത്തേക്കും മീൻസ് റൂൾ വരുമ്പോഴത്തേക്കും അത് നെഗറ്റീവ് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സെന്റൻസസിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അടുത്തത് ഞാൻ ഇനി പറയാൻ പോകുന്നത് പോസിറ്റീവ് സെന്റൻസസിനെ എങ്ങനെ നെഗറ്റീവ് സെന്റൻസസിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റൻസസിനെ എങ്ങനെ പോസിറ്റീവ് സെന്റൻസിലോട്ട് മാറ്റാം. അപ്പം അതും കൂടെ നമ്മൾ അറിഞ്ഞിരുന്നാൽ എങ്ങനെയാണ് പോസിറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. അതുമല്ല ഒരു സെന്റൻസ് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സസൈസും കൂടെ ചെയ്യിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഡ്രിങ്ക്സ് എ ലോട്ട് ഓഫ് വാട്ടർ. ഷീ ഡ്രിങ്ക്സ് എ ലോട്ട് ഓഫ് വാട്ടർ എന്താണ്? സ്വാഭാവികമായിട്ട് അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അതിനകത്ത് എന്തില്ല? നെഗറ്റീവ് വേർഡ്സുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പം ഈ ഷീ ഡ്രിങ്ക്സ് എ ലോട്ട് ഓഫ് വാട്ടറിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം? നോട്ട് ആഡ് ചെയ്യണം. നോയോ നോയുടെ ഫോംസോ ആഡ് ചെയ്യണം അല്ലേ? ഷീ ഡസ് നോട്ട് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ഷീ ഡസൻറ്റ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഈ ഡസ് നോട്ടിന് ഷോർട്ട് ഫോം ആണ് ഈ ഡസൻറ്റ്. അതിൽ കൺഫ്യൂഷൻ വരുന്നത് ഡസ് പ്ലസ് നോട്ട് ആണ് ഡസൻറ്റ്. ഡസ് പ്ലസ് നോട്ട് ആണ് ഡസൻറ്റ്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഈസ് പ്ലസ് നോട്ട് ആണ് ഈസിൻറ്റ്. വാസ് പ്ലസ് നോട്ട് ആണ് വാസിൻറ്റ്. അപ്പൊ ഇതെല്ലാം ഷോർട്ട് ഫോംസ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. മൈ മോം മെയ്ഡ് പിസ്സ ഫോർ ഡിന്നർ. മൈ മോം മെയ്ഡ് പിസ്സ ഫോർ ഡിന്നർ. അത് സ്വാഭാവികമായിട്ടും പോസിറ്റീവ് സെന്റൻസ് ആണ്. അതിനെങ്ങനെ നെഗറ്റീവ് ആക്കാം? മൈ മോം ഡിഡിന്റ് മെയ്ഡ് പാസ്ത ഫോർ ഡിന്നർ. മൈ മോം ഡിഡിന്റ് മെയ്ഡ് പാസ്ത ഫോർ ഡിന്നർ. അവിടെ ഡിഡിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ മോം മെയ്ഡ് പിസ്സ ഫോർ ഡിന്നർ എന്നുള്ളതിനെ നമുക്ക് നെഗറ്റീവ് ആക്കിയപ്പോഴത്തേക്ക് നമുക്ക് പിസ്സയോ പാസ്ത എന്ത് വേണമെങ്കിലും ആവാം. അതിന് കുഴപ്പമില്ല. അവിടെ സെന്റൻസിന്റെ അർത്ഥം മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്ത് പിസ്സയ്ക്ക് പകരം പാസ്ത ആഡ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അടുത്ത സെന്റൻസ്, ഐ ലൈക്ക് ടീ. എനിക്ക് ചായ ഇഷ്ടമാണ്. അതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പോസിറ്റീവ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് കോഫി. എനിക്ക് കോഫി ഇഷ്ടമല്ല, എനിക്ക് ചായയാണ് ഇഷ്ടം, എനിക്ക് കോഫി ഇഷ്ടമല്ല എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. സോ ഐ ഡോണ്ട് ലൈക്ക് കോഫി, അവിടെ എന്തുണ്ട്? ഡോണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇസിൻറ്റ് ഇറ്റ് എന്ന് ചോദിക്കാറില്ലേ? ഇസിൻറ്റ് ഇറ്റ്, വാസൻറ്റ് ഇറ്റ്, ഇതെല്ലാം ക്വസ്റ്റ്യൻ ടാഗിനകത്ത് വരുന്നതാണ്. നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇസിൻറ്റ് ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് നോട്ട് ഇറ്റ്, അതാണ് ഇസിൻറ്റ് ഇറ്റ്. ഈസ് നോട്ട് ഇറ്റ്.
അതാണ് isn't it. അപ്പം അതിനെ പോസിറ്റീവ് ആക്കുമ്പോൾ എങ്ങനെ, അതിന് നേരെ പോസിറ്റീവ് ആക്കുമ്പോൾ ഈസ് ഇറ്റ് എന്ന് വരും. ഈസ് നോട്ട് മാറി എന്താവും, ഇറ്റ് ഈസ് ഇറ്റ് എന്ന് മാത്രമാവും. അപ്പൊ isn't itനെ പോസിറ്റീവ് ആക്കുമ്പോൾ അത് ഈസ് ഇറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പോസിറ്റീവ് സെന്റൻസസിനെ നെഗറ്റീവിലോട്ടും നെഗറ്റീവ് സെന്റൻസസിനെ പോസിറ്റീവിലോട്ടും മാറ്റുന്നത്. നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. സ്നേക്സ് ഹാവ് ടങ്. പാമ്പുകൾക്ക് നാക്കുണ്ട് അല്ലെ, സ്നേക്സ് ഹാവ് ടങ് എന്ന് പറയുന്നത്. അതിനെ നെഗറ്റീവ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ടങ്ങിനെ മാറ്റാം. സ്നേക്സ് ഡോണ്ട് ഹാവ് ലെഗ്സ്. സ്നേക്സ് ഹാവ് ടങ്, സ്നേക്സ് ഡോണ്ട് ഹാവ് ലെഗ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്വാഭാവികമായിട്ട് അത് നെഗറ്റീവ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഐ ലൈക്ക് ഗോയിങ് ടു സിനിമ. എനിക്ക് സിനിമയ്ക്ക് പോകുന്നത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ഗോയിങ് ടു സിനിമ പോസിറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് ആക്കുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഗോയിങ് ടു സിനിമ. എനിക്ക് സിനിമയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല. ഐ ഡോണ്ട്, ആ ഡോണ്ട് വന്നതുകൊണ്ട് നെഗറ്റീവ് ആണ്. ദേ വിൽ വിൻ ദ ഗെയിം. ദേ വിൽ വിൻ ദ ഗെയിം അത് പോസിറ്റീവ് ആണ്. ദേ വിൽ നോട്ട് ലൂസ് ദ ഗെയിം അതെന്താണ്, നെഗറ്റീവ് ആണ്. നോട്ട് വന്നു, നോട്ട് ലൂസ് ദ ഗെയിം. അവിടെ അർത്ഥം മാറിയോ? ദേ വിൽ വിൻ ദ ഗെയിമും ദേ വിൽ നോട്ട് ലൂസ് ദ ഗെയിമും തമ്മിൽ അർത്ഥത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, അർത്ഥം സെയിം ആണ്. അവർ തോക്കില്ല അല്ലെങ്കിൽ അവർ ജയിക്കും എന്ന് പറയുന്നത് അർത്ഥം സെയിം ആണെങ്കിലും എന്താണ്, അവിടെ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവുമാണ്. ദേ വിൽ വിൻ ദ ഗെയിം എന്ന് പറയുന്നത് പോസിറ്റീവും ദേ വിൽ നോട്ട് ലൂസ് ദ ഗെയിം എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. സാറ ഇസ് മൈ ഫസ്റ്റ് കസിൻ. സാറ എൻ്റെ ഫസ്റ്റ് കസിൻ ആണ്. സാറ എൻ്റെ ഫസ്റ്റ് കസിൻ ആണെന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സാറ ഇസ് നോട്ട് മൈ ഫസ്റ്റ് കസിൻ. അപ്പം സാറയുടെ ഫസ്റ്റ് കസിൻ അല്ല എന്ന് പറയുന്നത് നോട്ട്, അവിടെ നോട്ട് വന്നതുകൊണ്ട് അതെന്താണ്, നെഗറ്റീവ് ആണ്. ദ ക്യാറ്റ് ഈറ്റ് ഫിഷ്. ക്യാറ്റ് ഈറ്റ് ഫിഷ്. അടുത്തത് ദ ക്യാറ്റ് ഡിഡിൻറ്റ് ഈറ്റ് ഫിഷ്. ഡിഡിൻറ്റ് വന്നു, ഡിഡിൻറ്റ് വന്നതുകൊണ്ട് അത് നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവും നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ പരസ്പരം തിരിച്ചറിയാം എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ച് ചില വേർഡ്സ് ഉണ്ട്, ഈ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് വെച്ചിട്ട് എങ്ങനെ സെന്റൻസസ് ഫോം ചെയ്തിട്ടുണ്ട്. മേ ബി നമുക്കത് കാണുമ്പോൾ നമുക്ക് തോന്നാം അത് പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് തോന്നാം, പക്ഷേ അത് നെഗറ്റീവ് സെന്റൻസസ് ആണ്. അപ്പൊ ഈ ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി ഇതൊക്കെ വരുന്നത് നെഗറ്റീവ് സെന്റൻസസിനകത്താണ്. അപ്പൊ എങ്ങനെയാണ്, ഹി ഹാർഡ്ലി എവർ സ്മൈൽസ്. അവൻ ചിരിക്കാറേ ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. പക്ഷേ നമ്മൾ വിചാരിക്കും ഈ ഹാർഡ്ലി എവർ സ്മൈൽസ്, അപ്പൊ വല്ലപ്പോഴൊക്കെ ചിരിക്കുമായിരിക്കും നമ്മൾ വിചാരിക്കും, പക്ഷേ ചിരിക്കാറേ ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ അധികം ചിരിക്കാറില്ല, ചിരിച്ച് കണ്ടിട്ടില്ല. അതാണ് ഹി ഹാർഡ്ലി എവർ സ്മൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഹാർഡ്ലി വന്നതുകൊണ്ട് അതെന്താണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്. അടുത്തത് ഷീ സ്കേഴ്സ്ലി സോ ഹർ ഗ്രാൻഡ് ചിൽഡ്രൻ. അപ്പം ഗ്രാൻഡ് ചിൽഡ്രനെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വളരെ ചുരുക്കം, വളരെ ഒട്ടും കണ്ടിട്ടില്ല എന്നാണ് അതിന്റെ മീനിങ്. അപ്പം സ്കേഴ്സ്ലി വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഐ റെയർലി സീ ഹിം ഇൻ ദ ചർച്ച്. റെയർലി അതും എന്താണ്, നെഗറ്റീവ് വേർഡാണ്. അപ്പം ചർച്ചിൽ കാണാറേ ഇല്ല എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. അപ്പൊ അവിടെ റെയർലി വന്നു, ഹാർഡ്ലി വന്നു, സ്കേഴ്സ്ലി വന്നു, റെയർലി വന്നു. ഇനി മൈ സാലറി ഈസ് ബെയർലി ഇനഫ് ടു മേക്ക് എൻസ് മീറ്റ് എന്ന് പറഞ്ഞാൽ സാലറി എന്താണ്, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാന്ന് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ വരവും ചെലവും തമ്മിലുള്ള അറ്റങ്ങളെ കൂട്ടിമുട്ടിച്ചാൽ മാത്രമല്ലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അത് തന്നെയാണ് പറയുന്നത്. എൻ്റെ സാലറി വളരെ ബെയർലി ഇനഫ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് സാലറി അത്ര പോലും ഇല്ല, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പോലും ഇല്ല എന്നാണ് പറയുന്നത്. സോ ബെയർലി അതൊരു നെഗറ്റീവ് ഫോമിലാണ്. ബെയർലിയും നെഗറ്റീവ് വേർഡാണ്, അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. വി ഹാഡ് ബെയർലി ലെഫ്റ്റ് ഹോം when the car broke down. We had barely left home when the car broke down എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ബെയർലിയും ഹാർഡ്ലി, സ്കേഴ്സ്ലി ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പിടി കിട്ടിയില്ലേ? അപ്പൊ ഇനി ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, റെയർലി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് ഓർമ്മിക്കണം. ബാക്കി നോയുടെ ഫോംസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും അത് നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ പോസിറ്റീവ് സെന്റൻസ് കണ്ടിട്ട് അത് നെഗറ്റീവ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പൊ എന്താണ് നെഗറ്റീവ് സെന്റൻസസ്? നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡ്സ് ഉൾപ്പെടുന്ന സെന്റൻസസിനെയാണ് നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് വേർഡ്സ് ഇല്ലാത്ത സെന്റൻസസിനെ പോസിറ്റീവ് സെന്റൻസസ് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണ്? നോ, നെയ്തർ, നോട്ട്, നെവർ എന്ന് പറഞ്ഞിട്ട് ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, കാൺട്ട്, വോണ്ട് ഇതെല്ലാം വരുന്നത് എന്താണ്, നെഗറ്റീവ് വേർഡ്സ് ആയിട്ടാണ്. അപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സ് ഉള്ള സെന്റൻസസിനെ നെഗറ്റീവ് സെന്റൻസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. സീത ഈസ് ആബ്സെന്റ് ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് സെന്റൻസ് ആണ്. അതിനകത്ത് സീത ഇന്ന് വന്നില്ല എന്നുള്ള മീനിങ് ആണ് അതിനുള്ളതെങ്കിൽ പോലും അതിനകത്ത് നെഗറ്റീവ് വേർഡ് ഇല്ലാത്തത് കൊണ്ട് അത് എന്തായി, പോസിറ്റീവ് സെന്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്.
അപ്പൊ സീത ഈസ് നോട്ട് പ്രസന്റ് ടുഡേ എന്ന് പറയുന്നത് അതേ അർത്ഥം തന്നെയാണ്. പക്ഷെ അവിടെ എന്ത് വന്നു? അത് ഇവിടെ നോട്ട് വന്നതുകൊണ്ട് അത് നെഗറ്റീവ് സെന്റൻസ് ആയി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇനി സെന്റൻസസ് കാണുമ്പോഴത്തേക്കും ഏതാണ് പോസിറ്റീവ് സെന്റൻസ് ഏതാണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്.